അടുക്കളത്തോട്ടത്തിലെ നമ്മുടെ തക്കാളിയുടെ അവസാനത്തെ തക്കാളിയാണിത്. നമ്മൾ ഒരെണ്ണമാണ് ആദ്യം നട്ടുപിടിപ്പിച്ചത്. അൽഹംദുലില്ലാ അതിൽ നിന്ന് നല്ല ബർക്കത്തുണ്ടായി. ഇപ്പം നമ്മൾ 50-100ഓളം തക്കാളി തൈകൾ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇനി വീണ്ടും വരും. വീഡിയോസ് ദുആ ചെയ്യുക എല്ലാവരും കേട്ടോ. ഒരെണ്ണം നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഇട്ടെടുത്തിട്ട് അത് നല്ല പഴുത്ത് കണ്ടോ. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമ്മൾ വീട്ടിലെ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ് ഉപയോഗിച്ച്, മുട്ടയുടെ തോലൊക്കെ ഉപയോഗിച്ച്, തൊണ്ടൊക്കെ ഉപയോഗിച്ച് അത് സൂക്ഷിച്ച് വെച്ച് കമ്പോസ്റ്റ് ചെയ്ത് നല്ല തക്കാളികൾ, ചുമന്ന തക്കാളി, അതുപോലെ ചായപ്പിണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ചുമന്ന നല്ല തുടുത്ത തക്കാളികൾ നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെൽക്കം മൈ കിച്ചൻ്റെ തക്കാളി കൃഷി ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നത്. എല്ലാവർക്കും വെൽക്കം. നിങ്ങൾക്ക് തരാവുന്ന ഇൻഫർമേഷനൊക്കെ എനിക്ക് അടിയിൽ താഴെ കമൻറ്റ് ചെയ്ത് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഗൈസ്. ഏപ്രിൽ 16 ചൊവ്വാഴ്ച 2024 അതിശക്തമായ മഴ പെയ്തതിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ തക്കാളി തൈ അടക്കം നമ്മൾ കാലത്ത് എടുത്ത വ്ളോഗാണ്. അതെല്ലാം വെള്ളത്തിലായിപ്പോയി. ഒരൊറ്റ തക്കാളി കൊണ്ട് നമുക്ക് 100 കണക്കിന് തക്കാളികൾ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷനാണ് ഒരൊറ്റ തക്കാളി കൊണ്ട് നമുക്ക് കിട്ടിയ ഫലമാണ് ഇന്ന് നമ്മളീ കാണാൻ പോകുന്ന 100 കണക്കിന് തക്കാളി തൈകളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നീട്ടിപ്പരുത്തി പറയുന്നില്ല, വീഡിയോ ഒത്തിരി ഉണ്ട്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഖത്തറിൽ ഇപ്പോൾ തക്കാളിക്ക് 7.50 ഖത്തർ റിയാലാണ്. വെരി എക്സ്പെൻസീവ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ്, കിച്ചണിലുള്ള ഫുഡ് വേസ്റ്റും അങ്ങനെയുള്ള സ്വാഗതം എല്ലാവർക്കും. സംസാരിക്കാൻ എന്തോ ഭയങ്കര ഡിപ്രഷൻ. നല്ല കാറ്റുണ്ട്, മഴയാണ്, ശക്തമായ കാറ്റാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെ ഐക്യത്തോടെ ആത്മാർത്ഥമായി ജീവിക്കുക. പരസ്പരം ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ. അസ്സലാമു അലൈക്കും. നല്ല പാറക്കഷ്ണങ്ങളാണ് ഇതിൻ്റെ അടിയിൽ കേട്ടോ. നമ്മൾ ഇവിടെ മരുഭൂമിയല്ലേ, പാറകളാണ്. മാത്രമല്ല ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ പാറ പൊട്ടിച്ചിട്ടാണ് ഈ കുഴികളൊക്കെ ഉണ്ടോ എടുക്കുന്ന കല്ലുകൾ കണ്ടോ അടിയിൽ നിന്ന് ഇങ്ങനെ പിക്കാസ് ചെയ്തിട്ട് വെട്ടി തടം ഉണ്ടാക്കുക കേട്ടോ.
കുഴികളൊക്കെ വെട്ടി തടമെടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തത് കണ്ടില്ലേ? എന്തിനാണെന്നറിയോ? 100ഓളം തക്കാളി തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇൻഷാ അല്ലാഹ് 25 എണ്ണമാണ് ഇന്ന് നമ്മൾ നടാൻ പോകുന്നത്. തിരിങ്ങളാണ്ട് നാട്ടിൽ ഇവിടെ നോമ്പ് 18 അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ വളർന്ന് പന്തലിച്ച് കായകനികളായി നമുക്ക് ഉപകാരപ്പെടാൻ തൗഫീഖ് നൽകട്ടെ നാമകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. വെൽക്കം മൈ കിച്ചൻ്റെ വയലും വീടും. മൈ കിച്ചൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മറ്റുള്ളവർ ചെയ്യുന്നതിനും നമ്മുടേതായ ഒരു ഐഡിയയിലാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് കണ്ടറിയാം, അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ നല്ലപോലെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുഴികൾ കുത്തി, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുഴികളൊക്കെ കുത്തിയത്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അടുത്ത ദിവസം കുറച്ച് ഇവിടുത്തെ ജൈവവളം ഇട്ടിട്ട് ഒന്നുകൂടി വെള്ളം അടിച്ച് സെറ്റാക്കിയതിനു ശേഷമാണ് ഇൻഷാ അല്ലാഹ് ഈ തക്കാളി തൈകളൊക്കെ നടും ഇൻഷാ അല്ലാഹ്. ഓരോ ദിവസമായിട്ടാണ് ഇതിൻ്റെ വീഡിയോ വരുന്നത്. ഇന്ന് മാർച്ച് 28. അപ്പോൾ ഇന്നലെ ആയിരുന്നു നമ്മൾ കുഴിയൊക്കെ കുത്തി വെള്ളമൊക്കെ അടിച്ചിട്ടത്. വെള്ളമൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്തു, കുറച്ച് ജൈവവളമൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു ദിവസം കൂടി വെള്ളം അടിച്ചിടണം കേട്ടോ. കാരണം വെച്ചാൽ ഈ മണ്ണിനൊരു ഉപ്പ് വൈറ്റ്നെസ് ആയിട്ടുള്ളൊരു ഫംഗസ് ഉണ്ട്. അത് നമ്മളെ ചെടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് വളമൊക്കെ സെറ്റ് ചെയ്തിട്ട് മണ്ണിനൊന്ന് പാകപ്പെടുത്തി കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ തക്കാളി തൈയൊക്കെ നടുന്നത്. അതൊരു വെറൈറ്റി മോഡലിലാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും ആ ഒരു ടിപ്പായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ. അപ്പോൾ ഓരോ ദിവസത്തിലാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം തക്കാളി തൈയാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. ബ്രേക്ക്. അപ്പോൾ ഇതുകൊണ്ട് അടിച്ചിട്ടാണ് നമ്മൾ കുഴി കുത്തുന്നത് കേട്ടോ. ഓ പാടാണ് കേട്ടോ. കൃഷി എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല. അതിൻ്റെ ആ കൃഷിക്ക് പാകമായിട്ടുള്ള മണ്ണ്, ഭൂമി അനിവാര്യമാണ്. എല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അത്രയും ഹാർഡ് വർക്കാണ്, എളുപ്പമല്ല.
അപ്പോൾ ഇന്ന് മാർച്ച് 29 വെള്ളിയാഴ്ച. പോട്ടിംഗ് മിക്സ് സംഭവം കണ്ടോ, 20 റിയലാണ്. ഓൺലൈനിൽ 15 റിയാൽ കാണിക്കും. ഇതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് വേരിനും അതുപോലെ വെള്ളത്തിൻ്റെ ഈർപ്പം പിടിച്ചെടുത്താനൊക്കെ ബെസ്റ്റാണ് ഈ സാധനം. അപ്പം നമ്മൾ ഈ കുഴിയിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് ഫ്രൈഡേ ഈവനിങ്ങിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് പുലർച്ചെ വെള്ളമൊക്കെ അടിച്ചിട്ടതാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ മണ്ണിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമ്മളെ ബാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ കൃഷി യോഗ്യമായ മണ്ണൊന്നുമല്ല. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ വെച്ച് കൊടുത്ത് ഇതിലോട്ടാണ് നമ്മൾ ഇത് നിറച്ച് കൊടുക്കുന്നത്. ഈ ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കും. ഇതിലാണ് തക്കാളി തൈ നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ ശാസ്ത്രീയപരമായ രീതിയിലല്ല, എന്നാലും വെൽക്കം മൈ കിച്ചൻ്റെ ഗാർഡൻ ഒരു നമുക്ക് ഇവിടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളൊരു ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരു ഐഡിയ കിട്ടിയത്. ആ ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, വെൽക്കം മൈ കിച്ചൻ്റെ ഈ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഓക്കെ, കാണിച്ചു. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 100ഓളം വരുന്ന തക്കാളിയാണ്. തക്കാളി കൃഷി. വെൽക്കം മൈ കിച്ചൻ്റെ കിച്ചൺ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ആദ്യം ഇതിന്റെ പണി എന്ന് പറഞ്ഞാലേ ഈ ഓളടിക്കലാണ്. ഈ ഓളടിച്ച് അതുപോലെ കുപ്പികൾ ഇതിൽ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, സിമിഡ് വെള്ളത്തിന്റെ എഫക്റ്റ്, മണ്ണിന്റെ എഫക്റ്റ് ഒക്കെ സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇതിങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് വെക്കാന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. നാളെ മോർണിംഗിലാവും നമ്മുടെ ഈ ഗാർഡൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗാർഡനിൽ നമ്മുടെ തക്കാളി തൈ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ പണി ഇത് മുഴുവനും സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഒറ്റക്കായതുകൊണ്ടേ ഇച്ചിരി പാടുണ്ട്. ഇതിൻ്റെ മൂടിയൊക്കെ തുറന്ന് അപ്പോൾ ഞാൻ ഈ കുഴിയൊക്കെ അടിച്ച് ഉണ്ടാക്കണം. കുഴി അടിച്ചുണ്ടാക്കാൻ പാറക്കല്ലും കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് കുഴിയത്ത് എളുപ്പമില്ല. ഇത് വളരെ എന്താ പറയുക, എൻ്റെ ഒരു രീതിയിലായിട്ടുള്ളൊരു ഐഡിയയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കും. അതിൽ കത്തി വെക്കുന്നില്ല, ഇത്തിരി പരിപാടിയുണ്ട്. ഇത് ഫില്ല് ചെയ്യാന്നുള്ളത് ഏകദേശം 100ഓളം തക്കാളി തൈകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യാന്നുള്ളത് ഭയങ്കര പണിയാണ് അതൊക്കെ. നാട്ടിലൊക്കെ ആകുമ്പോൾ ചിരട്ടയിൽ ചെയ്യാം, ചിരട്ടൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ സിമെന്റിന്റെ വെട്ടലൊക്കെ മണ്ണിന്റെ സൈഡ് എഫക്റ്റ്, വെള്ളത്തിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് വളർന്ന് കിട്ടുന്നവരെ പിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ടിപ്പുകൾ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാം. ഈ ഒരു വളത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഒട്ടും കട്ടിയില്ലാത്ത വെള്ളത്തിൻ്റെ ഈർപ്പം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരുപാട് ആഡിങ് ഒക്കെ ഉള്ള ജൈവവളമാണ്. നമ്മുടെ ചെടികളുടെ വേരുകളെ ആരോഗ്യപരമായി നിലനിർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വേസ്റ്റേജ് ഒഴിവായി കിട്ടും. ഇത് ശാസ്ത്രീയപരമായിട്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഐഡിയയാണ് ചെയ്യുന്നത്. നമ്മൾ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നതേ വെറുതെ ആയി പോകരുത്.
പരമാവധി അതിനെ സേഫായിട്ട് നമുക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരികയും സംരക്ഷിക്കുകയും നമുക്കതിൻ്റെ കായലികൾ കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം ലക്ഷ്യമാണ് ഇതിലൂടെ നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഫസ്റ്റ് എല്ലാം ഏകദേശം 10-18ഓളം തടങ്ങളുണ്ട്. 10-72 തക്കാളി വെക്കുന്ന സ്പൈസാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അതിപ്പോൾ മുഴുവനായിട്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നാളെ മോർണിംഗിൽ, ഇന്ന് വെള്ളിയാഴ്ച 30 തീയതി ശനിയാഴ്ച നമ്മളത് എല്ലാം തക്കാളി തൈയൊക്കെ ഓരോന്നായിട്ട് കുറച്ച് ഫില്ല് ചെയ്ത് വരും. ഓക്കെ ഗായ്സ്, എല്ലാവരും നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ, നമ്മുടെ തൊടിയിൽ ഇതുപോലെ നിങ്ങളുടേതായ നിങ്ങളുടെ നാട്ടിൻ്റെ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ ഒരു ഘടന അനുസരിച്ച്, ആ ഭൂപ്രകൃതം അനുസരിച്ച് ജൈവ കൃഷികൾ ഉണ്ടാക്കിയെടുത്ത് ഭക്ഷിക്കാൻ നോക്കുക. നാച്ചുറൽ, ആ ട്രഡീഷണൽ, പരമ്പരാഗതമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ആ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യണം പ്രവാസ ലോകത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് മാർച്ച് 30 മോർണിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളത്തെ ഇന്നാണ് നമ്മളെടുത്ത തടത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ പറിച്ചെടുക്കണം. വളരെ മനോഹരമായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റി. അപ്പം ഇങ്ങനെ നമ്മളെല്ലതും ഫില്ല് ചെയ്യും, എല്ലാം പറിച്ച് നട്ട് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ സേഫായിട്ട് നിൽക്കും. വെള്ളം കുറച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. തടത്തിൽ വെള്ളമൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ അടിച്ചു കൊടുക്കാം. രാത്രി കാലങ്ങളിലെ ചൂട് കുറവാണിപ്പോൾ, പകൽ ചൂട് കൂടുതലാണ്. അതിന് ചൂടിൻ്റെ സീസണാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ സേഫായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ കെയർ ചെയ്ത് പരിപാലിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ സമ്മർ സീസൺ വരെയല്ലേ, നല്ല കെയറിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു എക്സ്പെൻസ് ഉണ്ടാവും, വേറെ പ്രത്യേകിച്ച് എക്സ്പെൻസ് ഇല്ല. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം നട്ടുപിടിപ്പിക്കാൻ കേട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. 31 തീയതി മാർച്ച്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല. ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മണ്ണിനും വെള്ളത്തിനും പലയിടങ്ങളിലും എന്തെങ്കിലും പ്രോബ്ലംസുകളുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ശക്തമായിട്ട് ചെടികൾക്ക്, ഇലകൾക്ക് പ്രഷർ ചെയ്തിട്ട് അടിച്ചു കൊടുക്കാതിരിക്കുക. വളരെ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വളവും വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള എല്ലാ ഗുണങ്ങളുമുള്ള വളങ്ങളാണ്. 1 ലിറ്റർ കൊണ്ട് നമുക്ക് 100 ചെടികൾക്ക് വെള്ളത്തിൻ്റെ അമിതമായ വേസ്റ്റേജ് ഒഴിവാക്കാൻ കഴിയും, നമുക്ക് നനച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇലകളിൽ പരമാവധി തട്ടിക്കാതിരിക്കുക. വളരെ നോർമലായിട്ട് വെള്ളം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നനച്ചു കൊടുക്കുക. കാരണം നമ്മളിട്ട വെള്ളത്തിന് വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുകളുണ്ട്. ഒരു ലിറ്റർ വെള്ളം തികച്ചും നമുക്ക് ആവശ്യം വന്നില്ല. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ തക്കാളി തൈ തണുത്തതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ എൻ്റെ ഇത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, അവസാനിക്കുന്നില്ല. ഏപ്രിൽ 9 തീയതി ഈവനിങ് ആണ് കേട്ടോ, 5 മണി ഖത്തറിൽ. നമ്മുടെ റംസാൻ നോമ്പ് 30 ഫിനിഷ് ആവാണ്. എല്ലാവർക്കും ആ ഒരു വിവരം, ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല, അത് ഈ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് കോഴിമുട്ടയുടെ തൊണ്ട്, നമ്മുടെ പുഴുങ്ങിയത് ബജിയൊക്കെ റംസാനിലുണ്ടാക്കി നമ്മുടെ കോഴിമുട്ടയുടെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ടും അതുപോലെ കൊപ്ര, നമ്മൾ തേങ്ങ വാങ്ങിച്ചത് കൊപ്ര ആയിട്ടുണ്ടെങ്കിൽ അത് കൂടിയിട്ട് നല്ല പൊടിച്ചെടുത്തിട്ടുള്ള ഒരു വളമാണ് നമ്മൾ ഇന്ന് നമ്മുടെ പൊട്ടോട്ടോ തക്കാളിയുടെ തടത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം നല്ല ചൂടാണ്, പിന്നെ വളത്തിനൊരു കുറവ് വരണ്ട. നമ്മുടെ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ വളർത്തിയെടുക്കണം, ആ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഇത് ഓരോ സ്പൂൺ അയച്ച് തടത്തിലിട്ട് കൊടുക്കുക. കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കും, വളർച്ച നന്നായി ഉണ്ടാവാൻ കൊപ്ര, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവിന് കോഴിമുട്ടയുടെ തൊണ്ട് ഉപകാരപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എല്ലാം ഒരു റിസർച്ച് രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നീടൊക്കെ നമുക്ക് ചെയ്യാൻ പ്രചോദനമാകുക എന്നുള്ളതാണ്. എന്തായാലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല, ഇത് നാച്ചുറലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിലും ഒരു സ്പൂൺ വെച്ചിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ചൂട് വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല, നെറ്റൊക്കെ അടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം. ഇതൊന്നൊരു ഒന്ന് പിടിച്ചിട്ട് വേണം, പിടിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞു. ഒന്ന് കാലായിട്ട് വരണം എന്ന് പറയില്ലേ, ഒന്ന് കാലാവട്ടെ, അതിന് കാത്തിരിക്കുകയാണ്. എന്നിട്ട് നെറ്റൊക്കെ ഇട്ട് ഏപ്രിൽ മാസം രാത്രി നല്ല ക്ലൈമറ്റാണ്, വലിയ ചൂടൊന്നുമില്ല. പകല് ഇവിടെ മഴയുടെ കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ കാർമേഘങ്ങളൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് ചൂടും
അതുപോലെ തണുപ്പൊക്കെ ആയിട്ടാണ് പോകുന്നത്. അത് വല്ലാണ്ട് അലർജി, ചുമയും പനിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കിടയിലും, എനിക്കും ഉണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഏപ്രിൽ 9-ാം തീയതിയിലത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഇത് ഞാൻ 2 ദിവസം മുന്നേ കെട്ടിയെടുത്തതാട്ടോ. തക്കാളി തൈ ഇപ്പോൾ ചൂടായത് കൊണ്ട് തന്നെ പിടിച്ച് കിട്ടാൻ വളരെ പാടാണ്. എന്നാലും 100 കണക്കിന് തക്കാളി തൈകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 50 എണ്ണം കിട്ടിയാൽ അൽഹംദുലില്ലാ, അതാണ് ഖൈർ. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും എനിക്ക് ഉണ്ടാവണം, എന്നിലുണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. ഏപ്രിൽ 16-ാം തീയതി ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. കാരണം ഒരുപാട് ദിവസങ്ങളുടെ പ്രയത്നമാണ് ഇത് ഇങ്ങനെ ആക്കിയെടുത്തത് തന്നെ. ഒട്ടും കൃഷിക്ക് യോഗ്യമല്ലാത്ത ഈ മണ്ണ് നമ്മൾ ബോട്ടിലുകളിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തെടുത്ത വളങ്ങളും ജൈവവളങ്ങളും മാത്രം ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് 100ഓളം തക്കാളി തൈകൾ. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും ഒരു 50 എണ്ണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 25 എണ്ണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് ഖൈർ. നിങ്ങളെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഒന്ന് പിടിച്ച് വളർന്ന് കായകനികളൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. തുടർന്നുള്ള അതിൻ്റെ വളർച്ചകളും വീഡിയോകളും അപ്ഡേഷനൊക്കെ നിങ്ങളെ ഇൻഷാ അല്ലാഹ് അറിയിക്കും. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന ബോട്ടിലുകൾ, വലിയ വലിയ ബോട്ടിലുകൾ കളയണ്ട. നമ്മുടെ ഭൂമിയിൽ ചിലപ്പോൾ കൃഷിയോഗ്യമല്ലാത്തതാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത വളങ്ങളും അതുപോലെ ജൈവ വളങ്ങളും മാത്രം ചേർത്ത് കൊടുത്ത് നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമുക്ക് പാചകം ചെയ്യാവുന്ന വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് വൻ ലാഭവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിശക്തമായ ചൂടാണ്. ഏപ്രിൽ മുതൽ ഇനി തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെയാണ്, എന്താ അറിയില്ല, കാലാവസ്ഥ വ്യതിയാനമാണ്. പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും സമാധാനത്തോടെയും ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നും ആമുഖമായി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം ഈ വീഡിയോ. ഇന്നത്തെ ശക്തമായ മഴ ഖത്തറിലെ പല പ്രദേശങ്ങളും അരക്കിപ്പെട്ടക്ക് വെള്ളത്തിനടിയിലാണ്. അരക്കിപ്പെടുന്ന പറഞ്ഞാൽ നമ്മുടെ അരക്കിപ്പെട്ടക്ക് ഓക്കെ, മസ്ജിദിലേക്ക് വരുന്ന ഭാഗങ്ങൾ ഫുള്ള് നിറഞ്ഞ്. എളുപ്പമല്ല. എൻ്റെ കൃഷികളൊക്കെ വെള്ളത്തിൽ മുങ്ങി. 100ഓളം വരുന്ന എൻ്റെ തക്കാളി തൈകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാം. അൽഹംദുലില്ലാ, ഖൈറും ഷറും അല്ലാഹു തആല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിൻ്റെ പ്രതിഫലം അല്ലാഹു തരുമായി പ്രതീക്ഷയുണ്ട്. അതിൽ നമുക്ക് നിരാശയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തക്കാളി തൈയൊക്കെ കാണാം വെള്ളത്തിൽ അടിയിലായി കിടക്കുന്നത്. എന്നാലും നമ്മുടെ ആദ്യം നമ്മൾ ചെയ്ത ഒരു ഭാഗമുണ്ട്, ആ ഒരു പോർഷൻ വെള്ളത്തിനടിയിലല്ല, ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിലടിയിലായി. നമ്മുടെ കൃഷിയൊക്കെ 100ഓളം വരുന്ന പച്ചക്കറികൾ എല്ലാം വെള്ളത്തിനടിയിലായി. നമുക്ക് വിഷമമൊന്നുമില്ല. കാരണം ഖലീജിനെ സംബന്ധിച്ചിടത്തോളം, GCCയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി പച്ചയാൽ വിരിയപ്പെടും, ഹരിതഭൂമിയായി മാറും. ആകെ വെള്ളത്തിൽ നിറഞ്ഞു ഹരിതഭൂമിയായി മാറും. അപ്പം നമുക്ക് സന്തോഷിക്കാം. അതൊരു ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് അതെല്ലാം വരേണ്ടതല്ലേ. ഖൈറും ഷറും അല്ലാഹു തആല. അപ്പോൾ ആകെ വെള്ളത്തിൽ നിറഞ്ഞു. നമ്മളെ വണ്ടിയൊക്കെ ഉണ്ടോ വെള്ളത്തിനടിയില്ല കണ്ടോ, പച്ചയിൽ നിറയും. ഈ പച്ച കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് മുസ്ലിം ലീഗും മുസ്ലിങ്ങളൊക്കെ പച്ചകളാണ്. അല്ല, ഹരിതഭൂമിയായി മാറും എന്നുള്ളതാണ് ഈ ഖലീജ് മൊത്തം. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ മഴയ്ക്ക്. പ്രകൃതിയുടെ താണ്ഡവമാടലേ വ്യതിയാനം, കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത്. ഇത്രയും സ്ഥലങ്ങളുണ്ടായിരുന്നു ബാക്ക് കോമ്പൗണ്ടിൽ. അതിലൊരു ചെറിയ ഭാഗം നമ്മുടെ കൃഷി, ആ പച്ച വിരിച്ചത്.
ഇവിടെ നമ്മൾ ചെറിയൊരു സ്പേസിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ വിഭവങ്ങളും സേഫാണ്. തക്കാളി തൈയൊക്കെ മറിഞ്ഞ് കാറ്റിൽ എല്ലാം വീണെടുക്കുന്നുണ്ട്. മഴ പെയ്ത ശക്തമായ മഴയിൽ. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.